forces between multiple charges. Forces between multiple charges, superposition principle. ആ പ്രിൻസിപ്പിൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം, അതിനുശേഷം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. If the system contains many charges, then the force on a given charge is equal to the vector sum of the forces exerted on it by all the remaining charges. If a system contains more than one charges, then the force acting on any single charge is the vector sum of force exerted by all the remaining charges. ഇവിടെ നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണ്. ഇവിടെ എത്ര ചാർജസ് ഉണ്ട്? 3 ചാർജസ് ഉണ്ട്. ദിസ് ഈസ് Q1 ചാർജ്, ദിസ് ഈസ് Q2 ചാർജ് ആൻഡ് ദിസ് ഈസ് Q3 ചാർജ്. അതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ് തന്നേക്കുന്നത് R1, R2, R3. പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നും ആ ചാർജ് ഇരിക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ Q1, Q2, Q3 എന്ന് പറയുന്ന 3 ചാർജസ്. അത് തമ്മിലുള്ള സെപ്പറേഷൻ Q1ഉം Q2ഉം തമ്മിലുള്ള സെപ്പറേഷൻ R12 ആയിട്ട് എടുത്തു. Q1ഉം Q3യും തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് R13 ആയിട്ട് എടുത്തു. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? Q1ൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്നുള്ളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? Q1ൽ ഏതൊക്കെ ചാർജുകൾ ഫോഴ്സ് കൊടുക്കും? Q2 എന്ന് പറയുന്ന ഈ ചാർജ് Q1ൽ ഒരു ഫോഴ്സ് കൊടുക്കും. അത് F12 എന്ന് എഴുതാം. അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇനി Q3 എന്ന് പറയുന്ന ചാർജും Q1ൽ ഒരു ഫോഴ്സ് കൊടുക്കും. അത് നമുക്ക് F13 എന്ന് കൊടുക്കാം. F13യുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്പോൾ 2 ഫോഴ്സുകളാണ് ഈ Q1 എന്ന് പറയുന്ന ചാർജിൽ ആക്ട് ചെയ്യുന്നത്, F12ഉം F13. അപ്പം റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് Q1 ഈസ് ദ വെക്ടർ സം ഓഫ് F12 ആൻഡ് F13. അതാണ് എഴുതിയേക്കുന്നത്. Force, total force acting on the charge Q1 is F1. Vector F1 is equal to vector F12 plus vector F13. അപ്പോൾ വെക്ടർ സം ആണ് എടുക്കേണ്ടത്. അങ്ങനെ വെക്ടർ സം എടുക്കുമ്പോൾ നമുക്ക് Q1ൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. ഇവിടെ F1ന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, F13യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇനി if the system containing n number of charges, then we can write F1, vector F1 is equal to vector F12 plus vector F13 plus vector F14 plus etc. F1. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, the force on a charge due to another charge is independent of the presence of all other charges in their neighborhood. എന്താണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്? ഇതേപോലുള്ള കോൺസെപ്റ്റ്സ് ആണ് പ്രധാനമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ആ കോൺസെപ്റ്റിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് the force on a charge due to another charge is independent of the presence of all the other charges in their neighborhood. എന്താണ് Q1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്? Q3യും Q2വും അതിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. Q2 Q1ൽ കൊടുക്കുന്ന ഫോഴ്സ് അതിൻ്റെ നിയർ ബൈ ഇരിക്കുന്ന Q3 എന്ന് പറയുന്ന ഒരു ചാർജിൻ്റെ പ്രസൻസ് മൂലം ആ ഫോഴ്സിന് എന്തെങ്കിലും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം Q2 Q1ൽ കൊടുക്കുന്ന ഫോഴ്സ് അടുത്ത മറ്റുള്ള കുറേ ചാർജസ് ഇരുന്നാലും അതിൻ്റെ ഒന്നും ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് the force on a charge due to another charge is independent of the presence of all the other charges in their neighborhood. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന MCQ ഓൾറെഡി ഇവിടുന്ന് PDF ഫയൽസ് അയച്ചു തന്നിട്ടുണ്ട്. അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മളുടെ ബോർഡിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. MCQ 5 ആണ്. 3 charges plus Q plus 2Q and plus 4Q are connected by strings as shown in the figure. What is the ratio of tensions in the string AB and BC?
എന്താ പറഞ്ഞിരിക്കുന്നത്? 3 ചാർജസ് പ്ലസ് ക്യൂ പ്ലസ് 2q പ്ലസ് 4q. അപ്പോൾ 3 ചാർജസ് ഉണ്ട്. എ ബി സി എന്ന് പറയുന്ന 3 ചാർജസ് നമ്മൾ എടുത്തിരിക്കുകയാണ്. അത് ഒരു സ്ട്രിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം പോസിറ്റീവ് ചാർജസ് ആണ് അല്ലേ? എല്ലാം പോസിറ്റീവ് ചാർജസ് ആണ്. അതുകൊണ്ട് ഇവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രിങ്ങിന് ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷന്റെ റേഷ്യോ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ എ എന്ന് പറയുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്ന ബോഡിയിൽ ബി ഒരു ഫോഴ്സ് കൊടുക്കും, സി ഒരു ഫോഴ്സ് കൊടുക്കും. ആ റിപ്പൾസീവ് ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതേപോലെ സിയിൽ ആക്ട് ചെയ്യുന്ന റിപ്പൾസീവ് ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന്റെ റേഷ്യോ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ഫോഴ്സ് അല്ലെങ്കിൽ ടെൻഷൻ ആക്ടിങ് ഓൺ ദ സ്ട്രിങ് എ ബി എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എത്രയാണെന്ന് നോക്കാം. അപ്പം ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഈ ബോഡിയിൽ ഏതൊക്കെ ബോഡി ഫോഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ചാർജുകൾ ഫോഴ്സ് കൊടുക്കും? ബി എന്ന് പറയുന്ന ഈ ബോഡി ഇതിലൊരു ഫോഴ്സ് കൊടുക്കും. അതെത്രയാണ്? കെ ഇൻറ്റു Q1 Q2. ഇവിടെ Q1 ഇതാണ്, Q2 ഇതാണ്. Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ, ഡിസ്റ്റൻസ് സ്ക്വയർ. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാ? ഡി സ്ക്വയർ. അപ്പോൾ ബി എയിൽ കൊടുക്കുന്ന ഫോഴ്സ് ആയി. ഇനി അടുത്ത ഏത് ഫോഴ്സ് കണ്ടുപിടിക്കണം? സി എയിൽ കൊടുക്കുന്ന ഫോഴ്സ്. സി എയിൽ കൊടുക്കുന്ന ഫോഴ്സ് കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ഇതാണ് ഇവിടെ ഡിസ്റ്റൻസ്. അപ്പോൾ 2d സ്ക്വയർ. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. വെക്ടർ സമ്മാണ് എടുക്കേണ്ടത്. ഇത് ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്, സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങ് സം എടുത്താൽ മതി. സം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3kq² ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഇനി അടുത്തത് ഈ സ്ട്രിങ്ങിൽ ബി സി എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ബി സി എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സി എന്ന് പറയുന്ന ഈ ബോഡിയിൽ ഇത് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? കെ ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. കെ ഇൻറ്റു 4q ഇൻറ്റു 2q ഡിവൈഡ് ബൈ ഡി സ്ക്വയർ. ഓക്കെ. ഇനി സിയിൽ എ ഒരു ഫോഴ്സ് കൊടുക്കും. ഓക്കെ. സിയിൽ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങനെ എഴുതാം? കെ ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ 2d ദ ഹോൾ സ്ക്വയർ. റിപ്പൾസീവ് ഫോഴ്സ് ആണ് രണ്ടും. രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് വെക്ടർ സം എടുക്കുമ്പോൾ അത് ഡയറക്റ്റ് അങ്ങ് സമ്മപ്പ് ചെയ്താൽ മതി. അപ്പോൾ 9kq² ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ റേഷ്യോ എടുക്കുക. റേഷ്യോ TAB ഡിവൈഡ് ബൈ TBC. What is the answer? What is the answer? ചാറ്റ് ബോക്സിലോട്ടോ ആൻസർ കിട്ടിയാൽ ചാറ്റ് ബോക്സിലോട്ടോ. Yes, the answer is B. The correct answer is B. Okay, good. Rachel correct, Nora correct, Nia correct. Yes, Sean. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്. പ്രധാനമായിട്ടും നമുക്ക് NCERT ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും വിടരുത്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഞാനത് വീണ്ടും ഒന്നുകൂടെ പറയാം. Each of the 2 point charges are doubled and their distance is halved.
then force of interaction becomes n times. Find the value of n. ഇവിടെ രണ്ട് ചാർജസ് ഉണ്ട്. Two point charges. Each of the 2 point charges are doubled and then distance is halved. അപ്പം ആദ്യം രണ്ട് ചാർജസ് ക്യൂവും ക്യൂവും ആണ്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് 6 ആയിട്ട് എടുത്തു. അവർ ഈ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചാർജസ് ഡബിൾ ആകുക. ചാർജസ് ഡബിൾ ആകുമ്പോൾ അത് 2q ആവും. രണ്ടും 2q ആവും. ഓക്കെ, ഡിസ്റ്റൻസ് പകുതിയായി. അപ്പോൾ ഡിസ്റ്റൻസ് r/2 ആയി. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് n ടൈംസ് ആവും. എന്നിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് കേസിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? F is equal to k into QQ divided by r square. സെക്കൻഡ് കേസിൽ നമുക്ക് എഫ് ഡാഷ് എന്ന് എടുക്കാം. ദറ്റ് ഈസ് k into 2q into 2q divided by r/2 the whole square. എഫ് ഡാഷ് ബൈ എഫ് കണ്ടുപിടിച്ചേ. എഫ് ഡാഷ് ബൈ എഫ് എത്ര കിട്ടും? എന്നിൻ്റെ വാല്യൂ yes, no, the answer is correct. Answer 16. So f dash is equal to 16f. That is the value of n is 16. അടുത്തത് two fixed point charges plus 4e and plus e units are separated by a distance a. രണ്ട് ചാർജസ് 4e, another charge plus e, is separated by a distance a. Where should a third point charge q be placed for it to be in equilibrium? ഈ പാട്ട് നമുക്ക് ചെയ്യാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഇത് ഫോഴ്സിൻ്റെ കേസിലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ കേസിലും ഈ സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഈ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് രണ്ടിടത്തു നിന്നും ചോദിച്ചെന്നുള്ളതാണ് എനിക്ക് ഓർമ്മ. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടു ഫിക്സ്ഡ് പോയിന്റ് ചാർജസ് plus 4e and plus e units are separated by a distance a. Where should a third point charge q be placed for it to be in equilibrium? അപ്പം q എന്ന് പറയുന്ന തേർഡ് ചാർജിനെ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പാട്ട് നമുക്ക് പിന്നീട് നോക്കാം. അപ്പം ഫസ്റ്റ് പാട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ക്യൂ എന്ന് പറയുന്ന ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ക്യൂ എന്ന് പറയുന്ന ഈ ചാർജിൽ ഏതൊക്കെ ചാർജുകൾ ഫോഴ്സ് കൊടുക്കും? ഈ പ്ലസ് 4e എന്ന് പറയുന്ന ചാർജ് ഒരു ഫോഴ്സ് കൊടുക്കും. അതേപോലെ തന്നെ പ്ലസ് ഇ എന്ന് പറയുന്ന ഈ ചാർജും ഇതിലേക്ക് ഫോഴ്സ് കൊടുക്കും. അപ്പം ഈ പ്ലസ് 4e കൊടുക്കുന്ന ഫോഴ്സ്
ഇത് പോസിറ്റീവ് ചാർജ് ആണ്, അപ്പോൾ അത് റിപ്പൾസീവ് ഫോഴ്സ് ആണ്, ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഈ പ്ലസ് ഇ കൊടുക്കുന്ന ഫോഴ്സ് റിപ്പൾസീവ് ആണ്, അത് ഇങ്ങോട്ടേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അപ്പോൾ സ്മോൾ ക്യൂ എന്ന് പറയുന്ന ചാർജിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. എങ്കിൽ മാത്രമേ ഈ സ്മോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇക്വിലിബ്രിയത്തിലാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വിലിബ്രിയത്തിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടീഷൻ എഴുതാം: ഫോഴ്സ് ഓൺ ദ ചാർജ് സ്മോൾ ക്യൂ ബൈ ദ ചാർജ് 4e is equal to force on the charge small q by the charge small. ക്ലിയർ ആണല്ലോ? സ്മോൾ ക്യൂവില് പ്ലസ് 4e കൊടുക്കുന്ന ഫോഴ്സ് സ്മോൾ ക്യൂവില് പ്ലസ് ഇ കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആകും, എങ്കിൽ മാത്രമേ അത് ഇക്വിലിബ്രിയത്തിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇനിയും ഇതിന്റെ ഇക്വേഷൻ എഴുതാം: ഫോഴ്സ് ഓൺ ദി ചാർജ് സ്മോൾ ക്യൂ ബൈ ദ ചാർജ് 4e 1/4πε0 ഇൻറ്റു 4e ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പം ഈ ഡിസ്റ്റൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഈ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ആ ഡിസ്റ്റൻസിന്റെ എക്സ് സ്ക്വയർ. ഇനി ഫോഴ്സ് ഓൺ ദ ചാർജ് ക്യൂ ബൈ ദ ചാർജ് സ്മോൾ ഇ, അതെങ്ങനെ എഴുതാം? 1/4πε0 ഇൻറ്റു ഇ ഇൻറ്റു ക്യൂ ഇൻറ്റു ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ എ ആയിട്ട് എടുക്കുകയാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡിസ്റ്റൻസ് എ എന്ന്. ടോട്ടൽ ഡിസ്റ്റൻസ് എ ആണ്. ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? എ മൈനസ് എക്സ്, ഇതാണ് ആ ഡിസ്റ്റൻസ്, അതിന്റെ സ്ക്വയർ. പിന്നെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. The answer is 2/3a. 2/3a. But പ്ലസ് 4e ചാർജിൽ നിന്നും 2/3a അകലത്തിൽ ഈ സ്മോൾ ക്യൂ എന്ന് പറയുന്ന ഈ ചാർജിനെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ചാർജിനെ ഇതിന്റെ ഈ രണ്ട് ചാർജിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് പ്ലേസ് ചെയ്യണോ അതോ ഔട്ട്സൈഡിലുള്ള ഏതെങ്കിലും പോയിന്റിൽ പ്ലേസ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലെ, ഈ 4eയുടെയും പ്ലസ് ഇയുടെയും ഇൻ ബിറ്റ്വീൻ വേണോ എ പ്ലേസ് ചെയ്യാൻ, അതോ ഔട്ട്സൈഡിൽ ഇവിടെയോ ഇവിടെയോ വേണോ പ്ലേസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ചാർജുകൾ, ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. ലൈറ്റ് ചാർജസ് ആണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇക്വിലിബ്രിയത്തിലാകാൻ വേണ്ടി നമ്മൾ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ചാർജിനെ പ്ലേസ് ചെയ്യേണ്ടത്. എന്നാൽ അൺലൈക്ക് ചാർജസ് ആണ്, ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണെന്ന് കരുതുക. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് ചാർജ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡിലായിരിക്കും, ഇവിടെയോ ഇവിടെയോ ആയിരിക്കും. അത് ഈ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ബേസിലാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചാർജ്, ഇവിടെ 4e ആണ് കൂടിയ മാഗ്നിറ്റ്യൂഡ് ഉള്ളത്, അപ്പോൾ അതിൽ നിന്നും കൂടിയ ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ മൈനസ് ഈ ചെറിയ മാഗ്നിറ്റ്യൂഡ് ഉള്ള ചാർജാണ്, അപ്പോൾ അതിന്റെ നിയർ ബൈ ആയിരിക്കും ഈക്വിലിബ്രിയം പോയിന്റ് വരിക, അപ്പോൾ ഈ സൈഡിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതിന്റെ ബേസിസിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ കേസിലായാലും ഫോഴ്സിന്റെ കേസിലായാലും ഈ ഇക്വിലിബ്രിയത്തിൽ വേണ്ട അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആകുന്ന പോയിന്റ് ഡിസൈഡ് ചെയ്യുക. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട്, ഇൻ വിച്ച് കണ്ടീഷൻ ദ ഇക്വിലിബ്രിയം വിൽ ബി സ്റ്റേബിൾ ആൻഡ് ഇൻ വിച്ച് കേസ് അൺസ്റ്റേബിൾ. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഈ പോയിന്റിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാകും എന്ന് പറഞ്ഞു. ആ ഇക്വിലിബ്രിയം സ്റ്റേബിൾ ആകുന്നത് എപ്പോഴാണ്, അൺസ്റ്റേബിൾ ആകുന്നത് എപ്പോഴാണ്? നമുക്ക് നോക്കാം. വെൻ ക്യൂ ഈസ് പോസിറ്റീവ്, ഇൻ ബിറ്റ്വീൻ കൊണ്ടുവെക്കുന്ന ക്യൂ എന്ന് പറയുന്ന ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും?
ഇഫ് Q is displaced towards 4e, അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഈ ചാർജിനെ നിങ്ങൾ നോക്കുക, അതിനെ ഞാൻ ഈ 4eയിലേക്ക് ഇങ്ങോട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ഞാൻ അതിനെ പിടിച്ചൊന്ന് മാറ്റി വെക്കുകയാണ്. ഈ 4eയുടെ അടുത്തേക്ക് ഞാൻ അതിനെ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ റിപ്പൾസീവ് ഫോഴ്സ് ആയതുകൊണ്ട് ഞാൻ അതിനെ മൂവ് ചെയ്യിച്ച് എൻ്റെ ഹാൻഡ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? റിപ്പൾസീവ് ഫോഴ്സ് കാരണം അത് വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തന്നെ വന്നിരിക്കും. കാരണം അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ വീണ്ടും അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ വന്നിരിക്കും. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? thus the charge Q is in stable equilibrium എന്ന് പറയാം. എന്നാൽ ഇനിയും ഒരു നെഗറ്റീവ് ചാർജ് ആണ് ഞാൻ ഇവിടെ കൊണ്ടുവെക്കുന്നത്, ഇവിടെ -Q ചാർജ് ആണ് കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് അതിനെ ഞാനത് +4e അടുത്തേക്ക് ഞാൻ ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യിച്ചാൽ എന്ത് സംഭവിക്കും? ഇത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്. കാരണം ഇത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും ഇത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും ഈക്വൽ ആയിട്ട് ഇരിക്കുകയാണ്, ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷെ ഞാൻ അതിനെ ഇങ്ങോട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യിച്ചാൽ എന്ത് സംഭവിക്കും? ഈ 4+4eയുടെ അട്രാക്ഷൻ കാരണം ഈ -Q അതിൻ്റെ അടുത്തേക്ക് പോകും. അപ്പൊ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യിച്ചാൽ പോലും അതിന്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ പൊസിഷൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിലും അതൊരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പോൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാകുന്ന എപ്പോഴാണ്? when the charge Q is negative. When this charge Q is negative, it will be in unstable equilibrium. Clear? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കിക്കേ. Two charges Q and -3Q are placed fixed on x-axis separated by a distance d. Where should a third charge 2Q be placed such that it will not experience any force? അപ്പോൾ ഇവിടെ രണ്ട് ചാർജുകൾ Q ചാർജ് -3Q ചാർജ്, അത് തമ്മിൽ D എന്ന് പറയുന്ന അകലത്തിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവർ ചോദിച്ചിരിക്കുന്നത് +2Q എന്ന് പറയുന്ന മറ്റൊരു ചാർജിനെ നമ്മൾ എവിടെ വെക്കണം, എവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആകുന്ന പൊസിഷൻ എവിടെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ +2Q എന്ന് പറയുന്ന ചാർജ് എവിടെ വെക്കണം? അതിൻ്റെ മിഡിലിൽ വെക്കണോ, അല്ലെങ്കിൽ അതിൻ്റെ ബിറ്റ്വീൻ വെക്കണോ, അതോ ലെഫ്റ്റ് സൈഡിൽ വെക്കണോ, അതോ റൈറ്റ് സൈഡിൽ വെക്കണോ? എവിടെയായിരിക്കും? ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ഡിസൈഡ് ചെയ്യാം, എവിടെയായിരിക്കും ആ പോയിന്റ് അല്ലെങ്കിൽ ആ ചാർജിനെ വെക്കേണ്ടത്? ഈ രണ്ട് ചാർജുകളിലെ ഇൻ ബിറ്റ്വീൻ വെക്കണോ, അതോ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെക്കണോ, അതോ എങ്കിൽ റൈറ്റ് സൈഡിൽ വെക്കണോ? Charge 2Q should be placed on the left side. Why? Because these two charges are in opposite nature. This is +Q charge and this is -3Q charge. And it should be placed on left side because the charge having greater magnitude is this -3Q. So it should be away. The nil point should be away from the higher magnitude charge. So it should be placed at the left hand side. Okay. Force acting on the charge +2Q by the charge small q is 1/4πε0 into Q1 Q2 divided by this distance. This distance we are taking as L. The third point charge 2Q be placed at a distance L from the point point A. So this distance is L square equal to the force acting on the charge 2Q by the charge -3Q, that is 1/4πε0 into 2Q into 3Q divided by L plus D. This distance plus this distance, L plus D, the whole square.
കിട്ടിയോ ആർക്കെങ്കിലും? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഈ രീതിയിലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുക. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എടുത്താൽ മതി. ഇവിടെ d/2 പ്ലസ് ഓർ മൈനസ് √3d/2 എന്നാണ് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടുക, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കിട്ടുക. ഇവിടെ പ്ലസ് എടുക്കണോ മൈനസ് എടുക്കണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഔട്ട്സൈഡിലുള്ള പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിയിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം d/2 പ്ലസ് ദിസ് ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. So the answer is B. The answer is B. Okay. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. 4 point charges capital Q, small q, capital Q, small q are placed at the corners of a square of side A as shown in the figure. Find the resultant electric force on the charge Q. അപ്പം ഏത് ക്യൂ വേണമെങ്കിലും ആകാം. നമുക്ക് തൽക്കാലം ഈ ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഈ ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ഈ സ്മോൾ ക്യൂ ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ഓക്കെ, ഈ സ്മോൾ ക്യൂ ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ഇനി ഈ ക്യാപിറ്റൽ ക്യൂ ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഇതിന്റെ മൂന്നിന്റെയും കൂടെ വെക്ടർ സം എടുത്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പൊ ഈ ഡിസ്റ്റൻസ് അറിയാം, ഈ ഡിസ്റ്റൻസ് എ ആണ്, ഈ ഡിസ്റ്റൻസ് √2a ആണ്, √2a. അപ്പോൾ ഫസ്റ്റ് F1 എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് എടുക്കാം. F1 എന്ന് പറയുന്ന ഫോഴ്സ് ഈ സ്മോൾ ക്യൂ ചാർജ്, ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതാണ് F1. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതിനുശേഷം F2 എന്ന് പറയുന്നത് ഈ B എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്ന ചാർജ്, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F2. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. F3 എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജ്, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F3. അപ്പം F1, F2, F3 മൂന്ന് ഫോഴ്സ്. ഇനി ഇതിന്റെ എല്ലാം കൂടെ വെക്ടർ സം എടുത്താൽ മതി. അതിന്റെ വെക്ടർ സം ഇങ്ങനെ എടുക്കാം. ആദ്യം F1ന്റെയും F2ന്റെയും വെക്ടർ സം എടുക്കാം. പാരലോഗ്രാം ലോ ഉപയോഗിച്ച് F1ഉം F2ന്റെയും വെക്ടർ സം എടുക്കാം. അത് നമുക്ക് F' ആയിട്ട് എടുക്കുക. ഈ F' F3യും കൂടെ സമപ്പ് ചെയ്താണ്. കാരണം F' അതേ ഡയറക്ഷനിലാണ് F3യുടെ കിട്ടുക. അതുകൊണ്ട് F' പ്ലസ് F3 ആയിരിക്കും നെറ്റ് ഫോഴ്സ്. അങ്ങനെ സമപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ കിട്ടും. അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് എങ്ങനെയായിരിക്കും ചോദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, നിങ്ങളുടെ നോട്ട്സിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ഗ്രാഫ്സ് അധികം ഗ്രാഫ്സ് ഒന്നും കണ്ടില്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. എങ്കിലും ഗ്രാഫ്സ് മുൻ വർഷങ്ങളിലൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഗ്രാഫ് ഒന്ന് നോക്കുക. ഗ്രാഫ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ്
ഡിസ്റ്റൻസ് 1/r² എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോഴ്സിനെ നമുക്ക് y ആക്സിസിൽ എടുക്കാം, 1/r² x ആക്സിസിൽ എടുക്കാം. അപ്പോൾ ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിന്റെ നേച്ചർ റിപ്പൾസീവ് നേച്ചർ ആണ്. റിപ്പൾസീവ് നേച്ചർ ആകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കിട്ടും. കാരണം എഫിന് പ്രപ്പോർഷണൽ ആണ് 1/r², അല്ലേ? എഫ് പ്രപ്പോർഷണൽ ആണ് 1/r². അതുകൊണ്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇനി അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റീവ് നേച്ചർ ആണ്. അൺലൈക്ക് ചാർജസ് അട്രാക്റ്റീവ് നേച്ചർ ആകുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഒരു അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അസേർഷനിൽ ഒരു 4 ഓപ്ഷൻസേ കണ്ടുള്ളൂ. ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസേ ഉള്ളൂ. അല്ല, ആ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. നമുക്കിവിടെ ഒരു അസേർഷൻ തന്നിട്ടുണ്ട്, ഒരു റീസൺ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺസ് ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇപ്പോൾ റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ നമുക്ക് ആൻസർ എ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ബി ഓപ്ഷൻ എന്താണ്? അസേർഷനും റീസണും ട്രൂ ആണ്, ബട്ട് reason is not the correct explanation of A. That is the second option. Third option is that A is true but reason is false. Fourth option is that assertion reason false ആണ്. ഈ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. നമുക്ക് നോക്കാം എന്താണ് assertion തന്നിട്ടുള്ളതെന്ന്. The property that the force with which two charges attract or repel each other are not affected by the presence of third charge. First slide inde നമ്മൾ ആ തിയറി പഠിച്ചതാണ്. The property that the force with which two charges attract or repel each other are not affected by the presence of third charge. Okay. അസേർഷൻ കറക്റ്റ് ആണോ റോങ് ആണോ? അസേർഷൻ ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി റീസൺ എന്താണെന്ന് നോക്കാം. ഫോഴ്സ് ഓൺ എനി ചാർജ് ഡ്യൂ ടു എ നമ്പർ ഓഫ് അതർ ചാർജസ് ഈസ് ദ വെക്ടർ സം ഓഫ് ഓൾ ദി ഫോഴ്സസ് ഓൺ ദാറ്റ് ചാർജ് ഡ്യൂ ടു അതർ ചാർജസ് ടേക്കൺ വൺ അറ്റ് എ ടൈം. ഫോഴ്സ് ഓൺ എനി ചാർജ് due to a number of other charges is the vector sum of all the forces on that charge due to the other charges taken one at a time. അപ്പം അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ whether assertion is the correct, whether the reason is the correct explanation for the assertion. എന്നാൽ ഈ അസേർഷന്റെ കറക്റ്റ് റീസൺ അല്ല ഏത് ഇവിടെ റീസണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, എന്നാൽ അതിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ദാറ്റ് ഈസ് ദ ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? No doubt. Okay. Next. If a proton and an electron are placed ഇലക്ട്രിക് ഫീൽഡിന്റെ ആണല്ലോ. ഓക്കെ, അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ആണ്. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് അടുത്തതിൽ വരേണ്ടതാണ്. ഞാനിവിടെ പ്ലേസ് ചെയ്ത് തെറ്റിപ്പോയി. Okay, if a proton and an electron are placed in a same uniform electric field, they experience different acceleration. If a proton and an electron are placed in the same uniform electric field, അപ്പം ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ഒരു യൂണിഫോം ഇലക്ട്രിക്കിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. They experience different acceleration. അതിൽ രണ്ടിലും കിട്ടുന്ന അല്ലെങ്കിൽ അതിന് രണ്ടിൻ്റെയും ആക്സലറേഷൻ
ഡിഫറെൻ്റ് ആണ് എന്നാണ് അസേർഷൻ പറയുന്നത്. ഇനി റീസൺ പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫോഴ്സ് ഓൺ എ ടെസ്റ്റ് ചാർജ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മാസ്. Electric force on a test charge is dependent of mass. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ ഏതായിരിക്കും? ഫസ്റ്റ് അസേർഷൻ നമുക്ക് നോക്കാം. If a proton and an electron are placed in a uniform in the same electric field, they experience different acceleration. Acceleration equation എന്തുവാ? Acceleration is equal to force by mass. അല്ലേ? Acceleration is equal to force by mass. ഇലക്ട്രോണും പ്രോട്ടോണും സെയിം ചാർജസ് ആണുള്ളത്. ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഹാവ് സെയിം എമൗണ്ട് ഓഫ് ചാർജ്. സോ ദേ ഹാവ് സെയിം കുളോം ഫോഴ്സ്. But they have different acceleration because they have different masses. അപ്പം ഫോഴ്സ് സെയിം ആണെന്നുണ്ടെങ്കിലും ആക്സലറേഷൻ ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ആക്സലറേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ അസേർഷൻ ശരിയാണ്. അവർ പറഞ്ഞേക്കുന്നത് they experience different acceleration. അതായത് അസേർഷൻ കറക്റ്റ് ആണ്. ഇനി റീസൺ, ഇലക്ട്രിക് ഫോഴ്സ് ഓൺ എ ടെസ്റ്റ് ചാർജ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഇറ്റ്സ് മാസ്. ഇലക്ട്രിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? കുളംസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ. ഇവിടെ മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉണ്ടോ? ഇല്ല. മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇല്ല. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് മാസിനെ ഇൻഡിപെൻഡന്റ് ആണ്. എന്നാൽ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് ഫോഴ്സ് ഓൺ എ ടെസ്റ്റ് ചാർജ് ഈസ് ഡിപ്പെൻഡന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഡിപ്പെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ റീസൺ തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് A is true but R is false. A is true but R is false. അപ്പം ഇത് കുറച്ച് ആലോചിച്ച് വേണം ആൻസർ ചെയ്യാൻ. നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിലേക്ക് കടക്കാം. ഇലക്ട്രിക് ഫീൽഡ്, what is the electric field? Electric field is a space in which an electric charge placed at any point in it experience an electric force. Electric field is a space in which an electric charge placed at any point in it experiences an electric force. മാഗ്നറ്റിക് ഫീൽഡ് പോലെ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാഗ്നറ്റ് ആ ഒരു മാഗ്നറ്റിന്റെ ചുറ്റുമുള്ള കുറെ സ്പേസ്, ആ സ്പേസിലേക്ക് നമ്മൾ മറ്റൊരു മാഗ്നറ്റിനെ കൊണ്ടുവരികയോ അല്ല എങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, അയൺ പോലുള്ള ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പം ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ സ്പേസ്, ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള ആ സ്പേസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതേ കേസ് തന്നെയാണ് ഒരു ചാർജിന്റെ കേസും. ഒരു പോസിറ്റീവ് ചാർജ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും കുറേ സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലേക്ക് നമ്മൾ മറ്റൊരു ചാർജിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ചാർജിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കുറേ സ്പേസ്, ആ സ്പേസിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. What is electric field? The electric field is a space in which an electric charge placed at any point in it experiences an electric force. അടുത്ത ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് വെക്ടർ E. At any point in an electric field is defined as force per unit positive charge placed at that point. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇതിനെ നമുക്ക് സോഴ്സ് ചാർജ് എന്ന് പറയാം. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന ആ ചാർജിനെ നമുക്ക് സോഴ്സ് ചാർജ് എന്ന് പറയാം. അപ്പം ഈ സോഴ്സ് ചാർജിന് ചുറ്റുമാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ മറ്റൊരു ചാർജിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓർ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ക്യാപിറ്റൽ E എന്ന് നമ്മൾ പറയുന്നത്. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: വെക്ടർ F ഡിവൈഡ് ബൈ Q0. Q0 എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവെക്കുന്ന ആ ടെസ്റ്റ് ചാർജ്, ഇവിടെ കൊണ്ടുവെക്കുന്ന ആ ടെസ്റ്റ് ചാർജിനെയാണ് നമ്മൾ Q0 എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് രണ്ട് ചാർജുകളുണ്ട്. ഇതിനെ നമുക്ക് സോഴ്സ് ചാർജ് എന്ന് പറയാം. ഇവിടെ കൊണ്ടുവെക്കുന്ന ഈ ചാർജ് നമുക്ക് ടെസ്റ്റ് ചാർജ് എന്ന് പറയാം. അപ്പോൾ
the electric field intensity at this point E is equal to F divided by Q0. It is a vector quantity. Electric field intensity is a vector quantity and its direction. Direction തെറ്റിപ്പോകരുത്. And its direction എങ്ങനെ പറയുന്നത്? It is in the direction in which a positive charge tends to move. A positive charge tends to move. Positive charge മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് എപ്പോഴും മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്ക് എന്ന് പറയാം. ഇതിൽ ഡെഫിനിഷൻ പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് പോസിറ്റീവ് ചാർജ് ടെൻസ് ടു മൂവ്. അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളോം ഓർ വോൾട്ട് പെർ മീറ്റർ. ന്യൂട്ടൺ പെർ കുളോം ഓർ വോൾട്ട് പെർ മീറ്റർ. ഇനി അതിന്റെ ഡയമെൻഷൻ, അതിന്റെ ഇക്വേഷൻ നമുക്ക് ഡയമെൻഷൻ എഴുതാം. m⁻⁴, l⁻⁴, t⁻⁻3, a⁻⁻1. That is the dimension of electric field intensity. Electric field intensity is created by a source charge which may be a single charge or a group of discrete charges or any continuous charge distribution. അപ്പോൾ electric field intensity ഒരു സിംഗിൾ ചാർജിന് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഏതിന് വേണമെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. കൺസിഡർ എ പോയിന്റ് P which is at a distance r from a source charge plus q. plus q എന്ന് പറയുന്ന സോഴ്സ് ചാർജിൽ നിന്നും r അകലത്തിൽ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് P. അങ്ങനെയാണെങ്കിൽ the electric field intensity at the point P can be written as E is equal to 1/4πε0 into q by r square. But this is the equation for electric field intensity. ഇനി direction of electric field for a positive source charge എന്ന് പറയുന്നത് q greater than 0 അല്ലേ? q greater than 0 the electric field will be directed radially outwards. ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. കാരണം പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജിൽ നിന്നും, അപ്പം ഫ്രം പോസിറ്റീവ് ചാർജ്, അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്നും പുറത്തോട്ടാണ്. ഇനി നെഗറ്റീവ് ചാർജ് ആണ് സോഴ്സ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ ഇൻവേർഡ് ആയിരിക്കും. അപ്പോൾ ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ്, അപ്പം ടു നെഗറ്റീവ് ചാർജ്, അപ്പോൾ നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ടു നെഗറ്റീവ് ചാർജ്, അപ്പം ഇൻവേർഡ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. അതിൻ്റെ ഗ്രാഫ് രണ്ട് രീതിയിൽ നിങ്ങൾ തെറ്റാൻ സാധ്യതയുള്ളതാണ് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ആറും തമ്മിലുള്ള റിലേഷനും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും 1/r² തമ്മിലുള്ള ഗ്രാഫുമാണ്. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, E equal to 1/4πε0 into q by r². അപ്പോൾ ഇവിടെ നമുക്ക് സോഴ്സ് ചാർജ് 1/4πε0 കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ E is proportional to 1/r² എന്ന് എഴുതാം. 1/r²ഉം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും തമ്മിലുള്ള ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ആറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ ആറ് ഡിനോമിനേറ്ററിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, സ്ക്വയറിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഗ്രാഫ് ഈ രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ ആ ഗ്രാഫ് രണ്ടും തെറ്റിപ്പോകും. Another MCQ. Figure shows the electric lines of force emerging from a charged body. If the electric field at A and B are EA and EB respectively, and if the displacement between A and B is R, then അപ്പോൾ ഇവിടെ ഒരു ഫിഗർ നൽകിയിട്ടുണ്ട്. ഫിഗർ ഷോസ് ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എമർജിങ് ഫ്രം എ ചാർജ് ബോഡി. അപ്പോൾ ഒരു ചാർജ് ബോഡി ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? ഒരു ചാർജ് ബോഡി ഇരിപ്പുണ്ട്. ആ ചാർജ് ബോഡിയിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. If the electric field intensity at A, ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി EA ആണ്, ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി EB ആണ്. ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് R ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏത് കേസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. അതുകൊണ്ടാണ് അത് ഔട്ട്വേർഡ് ഡയറക്ഷൻ വരുന്നത്. ഇനി EA ആണോ EB ആണോ മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉള്ള പോയിന്റ്?
ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനനുസരിച്ച് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോഴ്സ് ചാർജ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും കൂടുതൽ ഡിസ്റ്റൻസ് വരുന്നിടത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം, EA ഈസ് ഗ്രേറ്റർ ദാൻ AB. കാരണം എ എന്ന് പറയുന്ന പോയിന്റ് ആണ് ചാർജിന്റെ നിയർ ബൈ പോയിന്റ്, അവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതൽ. അപ്പോൾ ദ ഓപ്ഷൻ ഈസ് എ. അടുത്ത ഫോഴ്സ് ഓൺ എ ചാർജ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഫോഴ്സിന്റെ ഇക്വേഷൻ വളരെ എളുപ്പമാണ്, നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ദ ഫോഴ്സ് ഇൻ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു E. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറിയാമെങ്കിൽ ആ പോയിന്റിൽ നമ്മൾ ഒരു ചാർജിനെ കൊണ്ടുവെക്കുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു E. The direction of force acting on the charge placed in an electric field. What is the direction of force? The direction of force acting on the charge placed in an electric field. For a positive charge, the direction of force is in the direction of electric field. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. എന്നാൽ ആ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഒരു നെഗറ്റീവ് ചാർജ് ആണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്, the direction of force acting on the charge placed in an electric field. For positive charge, the direction of force is in the direction of electric field, and for negative charge, the direction is opposite to the electric field. The electric field intensity just sufficient to balance the Earth's gravitational attraction on an electron will be. The electric field intensity just sufficient to balance the Earth's gravitational attraction on an electron. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇലക്ട്രോൺ നമ്മൾ എടുക്കുകയാണ്, ഒരു ഇലക്ട്രോൺ. ഓക്കെ, ആ ഇലക്ട്രോൺ ഒരു മാസ് ഉണ്ട്. മാസ് കാരണം അതിലൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നേരെ താഴേക്ക് ആക്ട് ചെയ്യും. നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ആണ്. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ ചാർജ് വെക്കുന്നതെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്നു വിചാരിക്കുക, ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാം. E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പം ഇയുടെ ഡയറക്ഷൻ നേരെ താഴേക്കാണ്. ഇവിടെ വെച്ചിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഈ മൈനസ് ഇ എന്ന് പറയുന്ന ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ മുകളിലേക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇ എന്ന് പറയുന്ന ഫോഴ്സ്, ഈ ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മുകളിലോട്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നേരെ താഴേക്ക്. ഓക്കെ, അപ്പം ഇത് ബാലൻസ് ചെയ്യുന്ന പോയിന്റ്, അതിങ്ങനെ എയറിൽ ഇങ്ങനെ നിർത്തണം, ഇലക്ട്രിക് ഫീൽഡിൽ ഇങ്ങനെ നിർത്തണം, താഴേക്ക് പോകരുത് മുകളിലേക്കും പോകരുത്. അങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ബാലൻസ് ചെയ്യുന്ന കണ്ടീഷനിൽ നമുക്ക് അപ്വേർഡ് ഉള്ള QE എന്ന് പറയുന്ന ഫോഴ്സും താഴേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈക്വൽ ആകാം. ഇവിടെ ചാർജ് ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് Q എന്ന് പറയുന്നത് മൈനസ് ഇ ആയിട്ട് നമുക്ക് എടുക്കാം, അപ്പോൾ മൈനസ് ഇ ഇസ് ഈക്വൽ ടു mg. അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ E is equal to mg divided by E. Mass of the electron question തന്നിട്ടുണ്ട് 9.1 into 10 raised to minus 31. G 10 ആയിട്ട് എടുക്കാം. Charge of the electron 1.6 into 10 raised to minus 90. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടും -5.6 into 10 raised to minus 11 Newton per coulomb.
The answer is A. Okay. Next, electric field due to a system of charges. Electric field due to a system of charges. According to the principle of superposition, the total electric field at P is the vector sum of electric field due to individual charges. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ധാരാളം ചാർജസ് ഉണ്ട്. ദാറ്റ് ഈസ് Q1, Q2, Q3, Q4 അങ്ങനെ കുറേ ചാർജസ് ഉണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? പി എന്ന് പറയുന്ന പോയിന്റിൽ Q1 ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊടുക്കും, Q2 ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊടുക്കും, Q3 ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊടുക്കും, Q4 ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊടുക്കും. അതിന്റെ എല്ലാം കൂടെ നെറ്റ് ആണ്. ഇതെല്ലാം വെക്ടർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ എല്ലാം കൂടെ വെക്ടർ സം എടുത്താൽ മതി. അപ്പം എന്റെ എല്ലാത്തിനും കൂടെ വെക്ടർ സം എടുത്താൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ പോയിന്റ് പി കിട്ടും. ഈ ക്വസ്റ്റ്യൻ നോക്കാം. NCERT എക്സസൈസ് 1.8. 2 point charges QA 3 microcoulomb, QB minus 3 microcoulomb are located 20 centimeter apart in vacuum. What is the electric field at the midpoint O of the line joining AB? Line AB joining the two charges. B. If a negative test charge of magnitude 1.5 into 10 raised to minus 9 coulomb is placed at this point, what is the force experienced by the test charge? അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. ഇപ്പോൾ ഇവിടെ രണ്ട് ചാർജസ് എയും ബിയും എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുകയാണ്. ഒന്ന് +3 മൈക്രോകുളം, മറ്റൊന്ന് -3 മൈക്രോകുളം. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ ആണ്. First we have to find out the electric field and intensity at the midpoint O. അപ്പം O എന്ന് പറയുന്ന പോയിന്റിൽ ഏതൊക്കെ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊടുക്കും? ഈ +3 മൈക്രോകുളം ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊടുക്കും. ഓക്കെ. പിന്നെ -3 മൈക്രോകുളമും ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊടുക്കും. എന്നിട്ട് അതിന്റെ രണ്ടിന്റെയും വെക്ടർ സം എടുക്കണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് +3 മൈക്രോകുളം ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂവും അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ 9 × 10⁹ Q എന്ന് പറയുന്നത് +3 മൈക്രോകുളം ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ 0.1 the whole square. ഓക്കെ. 27 × 10⁵ ന്യൂട്ടൺ പെർ കുളം എന്നാണ്. അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതാണ് നിങ്ങൾക്ക് തെറ്റാനുള്ള സാധ്യത. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ സോഴ്സ് ചാർജും ആ പോയിന്റ് മാത്രം മനസ്സിൽ കാണുക. അതിന്റെ അടുത്തുള്ള ബാക്കിയുള്ള ചാർജസ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. സോഴ്സ് ചാർജും പോയിന്റ് മാത്രം കാണുക. അപ്പൊ ഇവിടെ സോഴ്സ് ചാർജ് എന്ന് പറയുന്നത് +3 മൈക്രോകുളം ആണ്, പോയിന്റ് O ആണ്. സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഫ്രം പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഫ്രം പോസിറ്റീവ് ചാർജ് ടു പോയിന്റ് നോക്കാം. ഫ്രം പോസിറ്റീവ് ചാർജ് ടു പോയിന്റ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന E1ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം പോസിറ്റീവ് ചാർജ് ടു പോയിന്റ്. അപ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഈ -3 മൈക്രോകുളം O എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. അതിന്റെ വാല്യൂവും 27 × 10⁵ ന്യൂട്ടൺ പെർ കുളം. ഇനിയും അതിന്റെ ഡയറക്ഷൻ സോഴ്സ് ചാർജ് ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മളുടെ റൂൾ എന്താണ്? ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ്. അപ്പോൾ നെഗറ്റീവ് ചാർജിലേക്കാണ്. അപ്പം ഇവിടെ നമുക്ക് പറയാം ഫ്രം പോയിന്റ് ടു നെഗറ്റീവ് ചാർജ്. അപ്പോൾ പോയിന്റിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്ക്. അപ്പോൾ അതിന്റെയും ഡയറക്ഷൻ സെയിം തന്നെയാണ്. അപ്പോൾ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E1ന്റെയും E2ന്റെയും ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നെറ്റ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ റിസൾട്ടന്റ് കാണാൻ വേണ്ടി അത് തമ്മിൽ കൂടെ സമപ്പ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് E1 + E2. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഡയറക്ഷനിൽ തന്നെയാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആക്ട് ചെയ്യുന്നത്.
ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ്? If a negative test charge of magnitude 1.5 into 10 raised to minus coulomb is placed at this point, what is the force experienced on the test charge? അപ്പോൾ ആ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജിനെ 1.5 into 10 raised to minus 9 coulomb എന്ന് പറയുന്ന ഒരു ചാർജിനെ പ്ലേസ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ വെച്ചിരിക്കുന്ന ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് F is equal to QE എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് കണ്ടുപിടിച്ചു. അതുകൊണ്ട് Q എന്ന് പറയുന്ന ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F is equal to QE and വാല്യൂ 8.1 into 10 raised to minus 3 ന്യൂട്ടൺ എന്ന് കിട്ടും. Force in the direction, നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. Force in the direction for positive charge, the direction of force is in the direction of electric field, and for negative charge, the direction is opposite to the direction of electric field. അപ്പോൾ ഇവിടെ വെക്കുന്ന ടെസ്റ്റ് ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് കിട്ടുക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ നമ്മളിപ്പോൾ വരച്ചത് ഇങ്ങോട്ടാണ് വരച്ചത്. ഇവിടെ വെച്ചിരിക്കുന്ന നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് O എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് അതിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് OA എന്ന് പറയുന്ന ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. ഇത് സാമ്പിൾ ക്വസ്റ്റ്യനിൽ ഉള്ളതായിരുന്നു. ഈ ക്വസ്റ്റ്യൻ നോക്കുക. A small object with charge small q and weight mg is attached to one end of a string of length L attached to a stationary support. എന്താ പറഞ്ഞേക്കുന്നത്? A small object with charge q. A small object with charge q. അപ്പോൾ ഇതാണ് സ്മോൾ ഒബ്ജക്റ്റ്, അതിൻ്റെ ചാർജ് q ആണ്. And weight mg, അതിൻ്റെ വെയിറ്റ് mg നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്നു. ഈസ് അറ്റാച്ച്ഡ് ടു വൺ എൻഡ് ഓഫ് എ സ്ട്രിങ് ഓഫ് ലെങ്ത് L. അപ്പം ഒരു സ്ട്രിങ് ഉണ്ട്, അതിൻ്റെ ലെങ്ത് L ആണ്. ആ സ്ട്രിങ്ങിൻ്റെ ഒരെൻഡ് ഒരു സപ്പോർട്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. The system is placed in a uniform horizontal electric field E. അതൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ആണ്. In the presence of field, the string makes a constant angle theta with the vertical, the sign and magnitude of Q. അപ്പം ആദ്യം ഈ ചാർജ് ഇങ്ങനെ സ്ട്രിങ്ങിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. mg എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് അത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നേരെ താഴേക്കും ആക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ ബോഡിയിലുള്ള ചാർജിൻ്റെ സൈനും മാഗ്നിറ്റ്യൂഡും എത്രയാണ്. സൈൻ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം, കാരണം അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത് ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷൻ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദ ചാർജ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ചാർജ് പോസിറ്റീവാണ്. എയും ബിയും ഡിയും പോസിറ്റീവാണ്. ഇനി മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാം. ഇവിടെ ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് QE ആണ്. അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. mg എന്ന് പറയുന്ന ഫോഴ്സ് നേരെ താഴേക്കും ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ആംഗിളാണ് തീറ്റ. നമുക്ക് ഇതിൽ നിന്നും ടാൻ തീറ്റയുടെ ഇക്വേഷൻ എഴുതാം. ടാൻ തീറ്റയുടെ ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ഫോഴ്സ്, ഇത് ഫോഴ്സ് ആണ് അല്ലേ, ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പം ഫോഴ്സ് FE ഡിവൈഡ് ബൈ mg എന്ന് എഴുതാം. അല്ലെങ്കിൽ FE ഇക്വേഷൻ എഴുതാം. FE ഈസ് ഈക്വൽ ടു mg ടാൻ തീറ്റ എന്ന് എഴുതാം. FE എന്ന് പറയുന്നത് എന്താണ്? Q ഇൻറ്റു E ആണ്. അപ്പോൾ QE ഈസ് ഈക്വൽ ടു mg ടാൻ തീറ്റ. അതിൽ നിന്ന് Q ൻ്റെ ഇക്വേഷൻ എഴുതാം. Q ഈസ് ഈക്വൽ ടു mg ഡിവൈഡ് ബൈ E ഇൻറ്റു ടാൻ തീറ്റ. അപ്പോൾ ഇതിൽ
എ ബി ഡിയിൽ ഏതാണ് എം ജി divided by E into tan theta. mg divided by E into tan theta. അപ്പം the answer is B. The answer is B. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പാർട്ടാണുള്ളത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, 3 പാർട്ട്. അതിൽ പാർട്ട് എയേക്കാൾ കുറച്ചും കൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പാർട്ട് ബിയിൽ കണ്ടിട്ടുള്ളത്. പാർട്ട് സിയിൽ ഒരു പാസേജ് ആയിട്ട് കുറച്ചും കൂടെ ടഫായിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാസേജ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പാർട്ടാണ് പാർട്ട് 3യിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1നേക്കാൾ അല്പം കൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പാർട്ട് ബിയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇതേപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. Another exercise. 2 charges plus q and minus q are kept at minus x2 0 and x1 0 respectively in xy plane. Find the magnitude and direction of net electric field at the origin. ഒരു 1 ഡയമെൻഷനിൽ ഒരു എക്സ് വൈ പ്ലെയിനിലാണ് 2 ചാർജും പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ അത് ഒരു സിംഗിൾ ആക്സിസിലാണ് വെച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിലാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് -x2ലും മറ്റേ ചാർജ് x1ലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ വരയ്ക്കാം. ഇത് ഒറിജിൻ ആയിട്ട് എടുക്കാം. ഇത് ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് q ചാർജ് ഇരിക്കുന്നത് -x2ൽ. അപ്പോൾ -x2 ഡിസ്റ്റൻസിൽ പ്ലസ് q ചാർജിനെ നമ്മൾ പ്ലേസ് ചെയ്തു എ എന്ന് പറയുന്ന പോയിന്റിൽ. -q ചാർജ് ബി എന്ന് പറയുന്ന പോയിന്റ് പ്ലേസ് ചെയ്തു. ബിയുടെ പൊസിഷൻ കോർഡിനേറ്റ് ആണ് +x1 0. ഓക്കെ, അപ്പോൾ ഇത് x2 ഡിസ്റ്റൻസ്, ഇത് x1 ഡിസ്റ്റൻസ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ഒറിജിൻ. അപ്പം ഈ പോയിന്റ് ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം എ എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്ന ചാർജ്, ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷനും അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം ബി എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്ന ചാർജ്, ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം E1 കണ്ടുപിടിക്കാം. E1 1/4πε0 into q divided by this distance x2 the whole square. അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം ഫ്രം പോസിറ്റീവ് ചാർജ് ടു പോയിന്റ് ആണ്. അപ്പോൾ ഫ്രം പോസിറ്റീവ് ചാർജ് ടു പോയിന്റ്. അപ്പോൾ E1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇനിയും അടുത്തത് -q ചാർജ് O എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. അത് E2 is equal to 1/4πε0 into q divided by x1 the whole square. അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഇത് -q ചാർജ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രം പോയിന്റ് ടു -q ചാർജ്, -q ചാർജ്. അപ്പോൾ അതിന്റെ ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. അപ്പോൾ നെറ്റ് കാണാൻ വേണ്ടി E1 + E2 എടുത്താൽ മതി. E1 + E2 രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. q divided by 4πε0 1/x² plus 1/x2² plus 1/x1². Okay. The 2 point charges 4q are separated by 1 meter in air. At what point on the line joining the charges is the electric field intensity 0? Okay. നമ്മൾ നേരത്തെ ഫോഴ്സിന്റെ കേസ് പഠിച്ച പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നില്ലായിട്ടുള്ള 0 ആയിട്ടുള്ള പോയിന്റ് എവിടെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 ചാർജസ് ആണ്, 4q ചാർജ് ആൻഡ് q ചാർജ്. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ 1 മീറ്റർ. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ ഹിന്റ് നിങ്ങൾ ഓർക്കുക. ഇവിടെ രണ്ടും പോസിറ്റീവ് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അതിന് രണ്ടിന്റെയും മിഡ് പോയിന്റിൽ എവിടെയായിരിക്കും? അതിന്റെ രണ്ടിന്റെയും മിഡിലായിരിക്കും. ഓക്കെ, അതിന്റെ ഇൻ ബിറ്റ്വീൻ, മിഡിൽ എന്ന് പറയാനൊക്കെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. എയുടെയും ഈ ചാർജിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും
നൾ പോയിന്റ് നമുക്ക് കിട്ടുക. നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് ആയിക്കോട്ടെ, അത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണെന്ന് കരുതുക. അപ്പം ഈ പോയിന്റിൽ ആണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആയിട്ടുള്ള പോയിന്റ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു 4Q at P is equal to electric field intensity due to Q ന് ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആണ്. ഇനി ആ രണ്ടിന്റെ ഇക്വേഷൻ എഴുതുക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ K into Q divided by x square equal to K into capital Q, this charge, divided by 1 minus x the whole square. കാരണം distance between the two charges is 1 meter. അതുകൊണ്ടാണ് 1 minus x എന്ന് എഴുതിയിരിക്കുന്നത്. 1 minus x the whole square. ഇനി അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x ന്റെ ഡിസ്റ്റൻസ് കിട്ടും. Okay, അടുത്തത് 2 point charges of plus 16 microcoulomb and minus 9 microcoulomb are placed 8 cm apart in air. Determine the position of the point where the resultant field is 0. Okay, അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ചാർജുകളും ഓപ്പോസിറ്റ് പോളാരിറ്റി ഉള്ളതാണ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. അപ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് കിട്ടില്ല, ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും. ഏത് സൈഡിലായിരിക്കും? ബിഗർ ചാർജിൽ നിന്നും ഡിസ്റ്റൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ സ്മോളർ ചാർജിന്റെ നിയർ ബൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 16 മൈക്രോകൊളംബും -9 മൈക്രോകൊളംബും ആണ്. അപ്പോൾ സ്മോളർ ചാർജ് ഇതാണ്, സ്മോൾ ചാർജ് ഇതാണ്. അതുകൊണ്ട് അതിൻ്റെ അടുത്തായിരിക്കും പി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റ് ഈ -9 മൈക്രോകൊളംബിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ എഴുതിയ രീതിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പി എന്ന് പറയുന്ന പോയിന്റിൽ +16 മൈക്രോകൊളംബ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് -9 മൈക്രോകൊളംബ് പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഇനിയും അതിൻ്റെ ഇക്വേഷൻസ് എഴുതാം. ഇനി അത് വെട്ടിക്കളഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തിട്ട് അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സ്ക്വയർ റൂട്ട് എടുക്കുക. x is equal to 24 centimeters ആണ്. x is equal to 24 centimeter. ഇത് സാമ്പിൾ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 point charges 8Q and -2Q are located at x is equal to 0 and x is equal to L respectively. The point on the x-axis at which the net electric field is 0 due to these charges. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകുന്ന പോയിന്റ് എവിടെയാണ്, എക്സ് ആക്സിസിൽ എവിടെയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ ഓപ്പോസിറ്റ് പോളാരിറ്റി ഉള്ള ചാർജസ് ആണ്. ഒന്ന് 8+8Q മറ്റൊന്ന് -2Q ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അല്ല പോയിന്റ് ഉള്ളത്, ഔട്ട് സൈഡിലാണ്. ഇനി അതിൽ ഏത് സൈഡ് റൈറ്റ് സൈഡിലായിരിക്കും ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിലെ ബിഗർ ചാർജ് ഏതാണ്? ഇതാണ്. അതിൽ നിന്നും ഡിസ്റ്റൻ്റ് ആയി, അല്ലെങ്കിൽ സ്മോളർ ചാർജ് ഏതാണ്? 2Q ആണ്. അപ്പോൾ അതിൻ്റെ നിയർ ബൈ പോയിന്റ്. അപ്പോൾ ഈ സൈഡിലായിരിക്കും നൾ പോയിന്റ് ഉണ്ടാവുക. നമുക്ക് ഇക്വേഷൻസ് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു +Q ചാർജ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു -Q ചാർജ്. അതിൻ്റെ ഇക്വേഷൻ എഴുതാം. +8Q ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് L + R. അപ്പോൾ L + R the whole square. ഇത് K into 2Q divided by R square.
ബാക്കിയെല്ലാം മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ്. നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി, ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടി. ആർ എന്ന് പറയുന്നത് എല്ലിന് ഈക്വൽ ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് എല്ലാണ്. അപ്പം പി എന്ന് പറയുന്ന ഈ പോയിന്റ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ഇവര് എക്സ് ഈസിക്കൽ ടു 0 ആൻഡ് എക്സ് ഈസിക്കൽ ടു, ഒന്ന് ഒറിജിനിലാണ് ഇരിക്കുന്നത് അല്ലേ, ഒന്ന് ഒറിജിനിലാണ് ഇരിക്കുന്നത്, മറ്റൊന്ന് എൽ അകലത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നും എൽ അകലത്തിലാണ് പി എന്ന് പറയുന്ന പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനിൽ നിന്നും എന്തുമാത്രം അകലത്തിലാണ്? ഒറിജിനിൽ നിന്നും 2L അകലത്തിൽ, എൽ പ്ലസ് എൽ 2L അകലത്തിലാണ് അതിരിക്കുന്നത്. ഇവിടെ സ്മോൾ എൽ എന്ന് പറഞ്ഞ ഒരു എൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, തെറ്റിപ്പോകരുതും. ഇത് ചോദിച്ചിരിക്കുന്നത് ദ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് അറ്റ് വിച്ച് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് 0 ഡ്യൂ ടു ദീസ് ചാർജസ്. അപ്പം ഇവിടെ എക്സ് ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞാണ് അവർ, എക്സ് ഈസിക്കൽ ടു എൽ എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ എക്സ് ഈസിക്കൽ ടു 2L. ഇതാണ് ആൻസർ, തെറ്റിപ്പോകരുത്. Two point charges Q1 and Q2 are placed at a distance d apart as shown in the figure. The electric field intensity is 0 at the point P. ഇതാണ് P. ഈ P എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണെന്നാണ് പറയുന്നത്. Write two conclusions that you can draw from it. രണ്ട് കൺക്ലൂഷൻസ് എഴുതുക. അപ്പം ഒന്ന്, ഈ രണ്ട് ചാർജിന്റെയും ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റ് ആണ് P. അപ്പോൾ നമുക്ക് പറയാം Q1 ഉം Q2 ഓപ്പോസിറ്റ് നേച്ചർ ഉള്ളതാണ് എന്ന് നമുക്ക് പറയാം, അൺലൈക്ക് ചാർജസ് ആണെന്ന് പറയാം. ഇനി ഇതിന്റെ Q2 എന്ന് പറയുന്ന ചാർജിന്റെ നിയർ ബൈ ആണ് P എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് നൾ പോയിന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് Q2 എന്ന് പറയുന്നത് സ്മോളർ ചാർജും Q1 എന്ന് പറയുന്നത് ഹയർ മാഗ്നിറ്റ്യൂഡ് ഉള്ള ചാർജ് ആണെന്ന് പറയാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് Q1 is much greater than the magnitude of charge Q2. Next, physical significance of electric field. Electric field explains the electrical environment of the system of charges. Electric field explains the electrical environment of a system of charges. Electric field help us to explain the interaction between two charges at rest or in motion. That is the important physical significance of electric field. നേരത്തെ ഡിസ്കസ് ചെയ്തുള്ള ഒരു കേസ് തന്നെയാണ്. In which direction do a free electron and a free proton move in a uniform electric field when released at rest? അപ്പം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോൺ അങ്ങോട്ട് മൂവ് ചെയ്യും, പ്രോട്ടോൺ അങ്ങോട്ട് പോയി. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്, സോ പ്രോട്ടോൺ വിൽ മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ് ചാർജ്, സോ ഇറ്റ് വിൽ മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നെക്സ്റ്റ് NCERT തന്നെ ഒരു സോൾഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് പറയാം. 2 point charges Q1, Q2 of magnitudes plus 10 raised to minus 8 coulomb and minus 10 raised to minus 8 coulomb respectively are placed 0.1 meter apart. Calculate the electric fields at the point A, B and C as shown in the figure. അപ്പോൾ രണ്ട് ചാർജുകൾ Q1, ഇതാണ് Q1, അത് X എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്നു. Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജ് അത് Y എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്നു. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.1 മീറ്റർ. We have to find out the electric field intensity at A. A എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? A എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ രണ്ടിന്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള പോയിന്റ് ആണ്. B എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? B എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, ഔട്ട് സൈഡിലെ ലെഫ്റ്റ് സൈഡിലാണ്. C എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ ഇക്വേറ്റോറിയൽ ലൈനുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് ഈ മൂന്ന് പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന്റെ ബേസിക്സ് എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഞാനിന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യം നമുക്ക് A എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. A എന്ന് പറയുന്ന പോയിന്റിൽ അറ്റ് ദ പോയിന്റ് A, two charges will produce electric field. That is Q1 will also produce and Q2 will also produce. The electric field at A due to Q1. അതെങ്ങനെ എഴുതാം?
1/4πε0 ഇൻറ്റു Q1 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q1 എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് പറയാം. ഓക്കെ. ഇനി ഈ ചാർജ് Q2 എന്ന് പറയുന്ന ചാർജ് ഈ പോയിന്റ് ഉണ്ടാകുന്ന എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. Q2 എന്ന് പറയുന്ന ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഫ്രം പോയിന്റ് ടു നെഗറ്റീവ് ചാർജ് സെയിം ഡയറക്ഷൻ തന്നെയാണ്, അതിൻ്റെയും സെയിം ഡയറക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് റിസൾട്ടൻ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? E1 പ്ലസ് അല്ലെങ്കിൽ EA1 പ്ലസ് EA2 കണ്ടുപിടിച്ചാൽ മതി. എളുപ്പം. അടുത്തത് പോയിന്റ് ബി. പോയിന്റ് ബി എന്ന് പറയുന്നത് ഇതാണ് പോയിന്റ് ബി. ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ആദ്യം നമുക്ക് Q1 ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. Q എന്ന് പറയുന്ന ചാർജ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. അതിൻ്റെ ഡയറക്ഷൻ കാണുന്നത് ഫ്രം പോസിറ്റീവ് ചാർജ് ടു പോയിന്റ് ആണ്. ഫ്രം പോസിറ്റീവ് ചാർജ് ടു പോയിന്റ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ. അടുത്ത് നമുക്ക് മൈനസ് ചാർജ് ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. മൈനസ് ചാർജ് ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതിൻ്റെ വാല്യൂ എഴുതാം, ഇക്വേഷനിൽ നിന്നും വാല്യൂ എഴുതാം, അതിൻ്റെ ഡയറക്ഷൻ. മൈനസ് ക്യൂ ചാർജും പോയിന്റും ആണെങ്കിൽ ഫ്രം പോയിന്റ് ടു മൈനസ് ക്യൂ ചാർജ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് വലുതിൻ്റെ ഡയറക്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് എടുക്കാം. എന്നിട്ട് നമുക്ക് ബിഗർ ക്വാണ്ടിറ്റിയുടെ ഈ B1 ആണ് ബിഗർ, അല്ലേ? ഈ B1 ആണ് ബിഗർ. അപ്പം ഇവിടെ 10⁴ ആണ്, ഇവിടെ 10�3 ഉള്ളൂ. അപ്പോൾ ബിഗർ ക്വാണ്ടിറ്റി ഇതാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കൊടുക്കാം. ഇനിയും സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് Q1 ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇവിടെ ഈ ഡിസ്റ്റൻസ് 0.1 ആണ്, 0.1 ആണ്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എല്ലാ സൈഡ്സും സെയിം ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ എഴുതി. അതിൻ്റെ ഡയറക്ഷൻ ഈ C1ന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ഈ C1. ഇനി അടുത്തത് മൈനസ് ക്യൂ ചാർജ് ഈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ. അതിൻ്റെ വാല്യൂ ഇങ്ങോട്ടാണ്, അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അല്ലേ? ഡയറക്ഷൻ ഇങ്ങോട്ട്. കാരണം ഫ്രം പോയിന്റ് ടു നെഗറ്റീവ് ചാർജ്. അപ്പം ഒരെണ്ണത്തിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഒരെണ്ണത്തിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. നെറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് രണ്ട് ഡയറക്ഷനിലാണ് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യണം. അപ്പോൾ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്ത് വേണം അതിൻ്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി. പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാം. ഈ ആംഗിൾ എത്ര? ഈ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ, ഈ ആംഗിൾ എത്ര വരും? 120 ഡിഗ്രി വരും. കാരണം ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പോൾ ടോട്ടൽ 180 വരും. ഇത് 60 ആയി, ബാക്കി 120. ഈ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി. അപ്പോൾ 120 വാല്യൂ കൊടുത്തു. പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് EC1 എന്ന് കിട്ടിയ EC1ന്റെ അതേ വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. EC1ന്റെ അതേ വാല്യൂ. EC1 എത്രയാണ്? ഇതാണ് 9 × 10⁻³ ന്യൂട്ടൺ പെർ കുളോംബ് ആണ് EC1. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടി 9 × 10⁻³ ന്യൂട്ടൺ പെർ കുളോംബ്. അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, അതിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. അപ്പോൾ ഇത് ഓൾറെഡി ടെക്സ്റ്റിൽ സോൾവ് ചെയ്തതാണ്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി യൂസ് ചെയ്ത് എങ്ങനെയാണ് ന്യൂമറിക്കൽ സോൾവ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് ഞാനിത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇന്നത്തേക്ക് അത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.